ബലികൾ. ലേവ്യരുടെ പുസ്തകം ഇസ്രായേൽ ജനം വിശുദ്ധ ജനമായി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനുള്ള മാർഗരേഖയാണ് അവതരിപ്പിക്കുക. വിശുദ്ധനായ ദൈവം എങ്ങനെ പാപികളായ ജനത്തോടു കൂടെ വസിക്കും, അതിനുള്ള ഉത്തരമാണ് ബലികൾ. ലേവ്യരുടെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലും 16-ാം അധ്യായത്തിലും ഇതാണ് പ്രതിപാദ്യം. ദഹനബലി ഒരു മൃഗത്തെ മുഴുവനുമായിട്ടും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമർപ്പണമാണ് ആവശ്യപ്പെടുന്നത്. ധാന്യബലി കൃതജ്ഞതാ ബലിയാണ്. ദൈവം നൽകിയ എല്ലാത്തിനും നന്ദി പറയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സമാധാന ബലി ദൈവവും പുരോഹിതനും ജനവും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നു. അത് കൂട്ടായ്മയുടെ അവസരമാണ്. പാപപരിഹാര ബലി മനഃപൂർവമല്ലാത്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായി അർപ്പിക്കുന്നത്. പ്രാശ്ചിത്ത ബലി പാപത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള മുറിവുകൾ തുടച്ചു മാറ്റാനുള്ളത്. ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് ആയി കൊടുക്കുന്നതാണ് 16-ാം അധ്യായത്തിലെ പാപപരിഹാര ദിനം, യോം കിപ്പൂർ. അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ പ്രധാന പുരോഹിതൻ പ്രവേശിച്ച് രക്തം കരുണയുടെ പീഠത്തിൽ തെളിച്ച് മൃഗത്തിൻ്റെ മുകളിൽ പാപങ്ങൾ മുഴുവൻ കെട്ടിവെച്ച് മരുഭൂമിയിലേക്ക് അയക്കുന്ന ദിനം. ഇതിൻ്റെ പൂർത്തീകരണമാണ് ഹെബ്രായ ലേഖനം പറയുന്നത് പോലെ ക്രിസ്തു ഒരിക്കൽ മാത്രം തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പാപപരിഹാരം നടത്തി മനുഷ്യനെ ദൈവവുമായിട്ട് ഒന്നു ചേർക്കുന്നു. ഈ നോമ്പുകാലവും ഇതുപോലെ ദൈവവുമായിട്ട് ഒന്നു ചേരാനുള്ള അവസരമാണ്. കുംഭസാരത്തിലൂടെ പാപപ്രാശ്ചിത്തങ്ങളിലൂടെ നമുക്കും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് പരമപരിശുദ്ധനായ ദൈവത്തോടൊപ്പം വിശുദ്ധിയിൽ വ്യാപരിക്കാൻ പരിശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.